കർണാടകയിലെ ഹുബള്ളി നഗരത്തിൽ പ്രണയാഭ്യർത്ഥന നിരസിച്ചതിന്റെ പേരിൽ കൊലപാതകം. യുവാവിന്റെ കുത്തേറ്റ് 21-കാരിയാണ് കൊല്ലപ്പെട്ടത്. അഞ്ജലി അംബികേര എന്ന യുവതിയാണ് കൊല്ലപ്പെട്ടത്. ബെൻഡിഗർ പോലീസ് സ്റ്റേഷൻ പരിധിയിലെ വിരപുരയിൽ പുലർച്ചെ 5:30യോടെയാണ് സംഭവം നടന്നതെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. പുലർച്ചെ 5 മണിയോടെ അഞ്ജലി അംബികേരയുടെ വീടിന്റെ വാതിൽക്കൽ വിശ്വ എന്ന ഗിരീഷ് മുട്ടിയതായി പോലീസ് പറയുന്നു. വാതിൽ തുറക്കരുതെന്ന് അവളുടെ സഹോദരിമാർ അവളോട് ആവശ്യപ്പെട്ടെങ്കിലും വിശ്വ വാശി പിടിച്ചതിനാൽ അംബികേര അവനോട് പോകാൻ പറയുന്നതിനെ വാതിൽ തുറക്കുകയായിരുന്നു. അംബികേര വാതിൽ തുറന്നയുടൻ വിശ്വ യുവതിയെ ആക്രമിക്കുകയായിരുന്നു. കഴുത്തിലാണ് യുവതിക്ക് കുത്തേറ്റത്. സഹോദരിമാർക്കും അമ്മൂമ്മയ്ക്കൊപ്പം താമസിച്ചിരുന്ന അഞ്ജലിയെ ഏറെ കാലങ്ങളായി വിശ്വ ശല്യം ചെയ്തിരുന്നതായും പലപ്പോഴും വീട്ടിലേക്ക് വരെ യുവതിയെ തേടി എത്തിയിരുന്നതുമായാണ് കിട്ടുന്ന വിവരം. യുവതിയുടെ ശരീരത്തിൽ 1-ലധികം തവണ കുത്തേറ്റിട്ടുണ്ട്. അംബികേര സംഭവ സ്ഥലത്ത് വെച്ച് തന്നെ മരിക്കുകയായിരുന്നു. വിശ്വ കുറ്റകൃത്യം നടന്ന സ്ഥലത്ത് നിന്ന് ഓടി രക്ഷപ്പെടുകയും ചെയ്തിട്ടുണ്ടെന്ന് പോലീസ് പറയുന്നു. മുമ്പും പലതവണ വിശ്വ അംബികേരയെ ഭീഷണിപ്പെടുത്തിയതായിരുന്നതായും ഇവരുടെ മുത്തശ്ശി ഭീഷണിയെക്കുറിച്ച് പോലീസിനെ അറിയിച്ചിരുന്നതായും നാട്ടുകാർ പറയുന്നു. തനിക്കൊപ്പം മൈസൂരിലേക്ക് പോകാൻ വിസമ്മതിച്ചാൽ നേഹ ഹിരേമത്തിനെ പോലെ കൊല്ലുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും പരാതിയുണ്ട്. ഹുബള്ളി ധാർവാഡ് മുനിസിപ്പൽ കോർപ്പറേഷനിലെ കോൺഗ്രസ് കൗൺസിലർ നിരഞ്ജൻ ഹിരോമത്തിന്റെ മകൾ നേഹയെ ഏപ്രിൽ 18-ന് ഫയാസ് ബോണ്ടിനായി കുത്തി കൊലപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി നടന്ന സംഭവത്തിൽ വ്യാപക പ്രതിഷേധം ഉയർന്നതോടെ ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് കേസ് അന്വേഷിക്കുകയാണ്. അതേസമയം വിശ്വ ഇപ്പോഴും ഒളിവിലാണെന്നും ഇയാൾക്കായി പോലീസ് തിരച്ചിൽ നടത്തുകയാണെന്നും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞിട്ടുണ്ട്. പ്രതിക്ക് പെൺകുട്ടിയുമായി പരിചയമുണ്ടായിരുന്നു. അവളോടുള്ള പ്രണയം തിരിച്ചു പറയാൻ പ്രതി അവളെ നിർബന്ധിക്കുകയായിരുന്നു. അവൾ അതിന് വിസമ്മതിച്ചതാണ് കൊലപാതകത്തിലേക്ക് നയിക്കാനുള്ള കാരണമെന്ന് ഓഫീസർ പറഞ്ഞിട്ടുണ്ട്. അതേസമയം പെൺകുട്ടിയുടെ ജീവന് ഭീഷണിയുണ്ടെന്ന പരാതി പോലീസ് ഗൗരവമായി എടുത്തില്ലെന്ന ആരോപണം ഉദ്യോഗസ്ഥർ നിഷേധിക്കുന്നു. നേരിന്റെ വാർത്തകൾ നിങ്ങളുടെ വിരൽത്തുമ്പിൽ എത്താനായി സാക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും ഷെയർ ചെയ്തും ഒരു ശരിയായ മാധ്യമ നിലപാടിനൊപ്പം നിൽക്കാൻ ഞങ്ങൾ നിങ്ങളെ ക്ഷണിക്കുന്നു.